ആരാധ്യരായ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ധന്യമീ ജീവിതം എന്ന പരിപാടി പതിവായിട്ട് കേൾക്കുന്ന കുറേ പേര് ഉണ്ട്. ഏകദേശം സബ്സ്ക്രൈബ് ചെയ്തവരുടെ സംഖ്യ 10,000-ത്തിലൊക്കെ എത്താൻ പോവുകയാണ്. ജീവിതത്തിലെ നിസ്സാരമെന്ന് നമ്മൾ തോന്നുന്ന കാര്യങ്ങൾ ആണ് ധന്യമീ ജീവിതത്തിൽ പറയുന്നത്. വലിയ പണ്ഡിതോചിതമായിട്ടുള്ള കാര്യങ്ങളല്ല. അങ്ങനെ പണ്ഡിതോചിതമായ കാര്യങ്ങൾ പറയാനുള്ള പാണ്ഡിത്യമൊന്നും എനിക്ക് ഇല്ല. സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. കേൾക്കുന്നവർക്ക് ഇങ്ങനെയല്ലേ, എന്നെ പറ്റിയാണോ ഇയാൾ പറയണത് എന്ന് തോന്നിക്കുക. ഇതാണ് ധന്യമീ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ചിന്തിക്കുന്നത് സദ്യ എന്നൊരു പദമാണ്. സദ്യ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വിചാരിച്ചിരിക്കുന്നത് ചോറും കൂട്ടാനൊക്കെ കല്യാണത്തിന് എല്ലാവരും ഇരുന്നു ഇലയിൽ വിളമ്പി, അതിനെയാണ് സാധാരണഗതിയിൽ സദ്യ എന്ന് പറയും. പക്ഷെ ആ സദ്യ എന്ന ആ പദം അവിടെ വരാൻ കാരണം എല്ലാം ഒത്തിണങ്ങിയത് എന്നൊരർത്ഥമുണ്ട്, ഉടനെ എന്നൊരർത്ഥവും. ഇപ്പൊ അങ്ങോട്ട് കഴിച്ചാൽ മതി, ഇതാണ് സദ്യ. നിങ്ങൾ കാത്തിരിക്കണ്ട. പപ്പടം വരെ കാച്ചി, അവസാനമാണ് പപ്പടം കാച്ചുക. പപ്പടം വരെ കാച്ചി അവിടെ വെച്ചിട്ടുണ്ട്, അത് കഴിച്ചാൽ മതി. ഇതാണ് സദ്യ. ആ സദ്യക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. പറഞ്ഞു വരുന്നത് ജീവിതം ഒരു സദ്യയാണ് എന്നാണ് കേട്ടോ. ഈ സദ്യയെ കുറിച്ചല്ല ഇപ്പൊ ഞാൻ വിഷയം. ആ വലത് കൈ കൊണ്ട് ആഹാരം കഴിക്കുമ്പോൾ കൂടുതൽ എടുക്കേണ്ട വിഭവങ്ങള് മുമ്പ് തന്നെ വിളമ്പുക. സദ്യക്ക് എപ്പോഴും എടുക്കേണ്ട ആവശ്യം വരാത്ത സാധനമുണ്ട്. അധികം ഈ ശർക്കരപ്പേരി ഇതേമാതിരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അത് പപ്പടത്തിന്റെ താഴെയും. അച്ചാറ് കുറച്ച് ഇപ്പുറത്തായിരിക്കും. പക്ഷെ സദ്യയുടെ ടോട്ടാലിറ്റിയുടെ രസം എന്താന്ന് ചോദിച്ചാൽ, ഇതെല്ലാം കഴിഞ്ഞ് രസം കൂട്ടി ഊണ് കഴിക്കേണ്ടവർക്ക് രസം കഴിക്കാം, മോര് കൂട്ടേണ്ടവർക്ക് ഒടുവിൽ കുറച്ച് മോര് കൂട്ടി ഊണ് കഴിക്കാം. 2 തരം പായസം. ഞാൻ പായസം പൊതുവെ കഴിക്കുന്ന ആളല്ല, എങ്കിലും പായസം കൊണ്ടു നോക്കും. ഞാനത് എടുക്കാറില്ല, എച്ചിലാക്കാറും ഇല്ല. ഇതെല്ലാം കൂടി ചേർന്നിട്ട് ബുദ്ധിമുട്ടാതെ കിട്ടുമ്പോൾ അത് സദ്യയായി. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോയി ഇരുന്നാ മതി. ഇപ്പൊ ഇലയിൽ പകുതി വിഭവങ്ങൾ വിളമ്പിയതിന് ശേഷമേ വാതിൽ ഉറക്കുള്ളൂ ഊണിക്കാൻ കയറിയിരിക്കുന്നവർക്ക്. ജീവിതമാകുന്ന ഒരു സദ്യയുണ്ട്. അത് ആ സദ്യ ആസ്വദിക്കണമെങ്കിൽ ഈ വിഭവങ്ങളെല്ലാം വേണം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ വിഭവങ്ങളൊക്കെ ഉണ്ടോ? സദ്യക്ക് ഇതൊക്കെ വിളമ്പി അച്ചാറുണ്ടാവും. ഇനി ആരൊക്കെങ്കിലും കുറവ് വന്നാൽ ഒരു സ്പൂൺ ഉപ്പ് ഒരു ഭാഗത്തുണ്ട്. ഏതെങ്കിലും ഒന്നിൽ ഉപ്പ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉപ്പും ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം തികയേണ്ടത്. ഭരിതബോധം ഉണ്ടാവണ്ടേ? രാവിലെ വൈകുന്നേരം വരെ മസിൽ പിടിച്ചിരിക്കുക. ബുദ്ധിജീവിയാണ്, ഒന്നും സംസാരിക്കില്ല. ഇടയ്ക്ക് ബുദ്ധിജീവികളെ കാണേണ്ട കാര്യം ഉണ്ടാവും. കേരളത്തിലൊരു ബുദ്ധിജീവിയെ കാണാൻ പോയി, 2 വരി പറഞ്ഞു എണീറ്റു. ബാക്കി വർത്താനം പറയണില്ല. ജനവാഴക്കൂടെ ശൂന്യതയിലേക്ക് നോക്കിയിരുന്നു. ബുദ്ധിജീവി, രൂപം ബുദ്ധിജീവിയുടെ തന്നെയാണ്.
കുറെ കഴിഞ്ഞു. ഒരാൾ ഇവിടെ ഇരിക്കണ ഭാവം അറിയില്ല. നേര് വന്നു, മുമ്പിലിരുന്നു. ഒന്നോ രണ്ടോ വരി മാത്രം. ഭാര്യയോട് വർത്താനം പറയില്ല, മക്കളോടും പറയില്ല. ബുദ്ധിജീവി. അത് മാത്രമാണോ ജീവിതം? ഈ ബുദ്ധിജീവിയുടെ ഒരു അംശം നമ്മളിലുണ്ടാവണം. മണ്ടനാവരുത്. കുറച്ചൊരു സംഗീതം. ആ സംഗീതം പാടാൻ അറിയില്ലെങ്കിൽ നല്ല ശ്രോതാവെങ്കിലും ആവണ്ടേ. അയ്യോ, ഒക്കെ പാട്ട് പാടാനൊന്നും അറിയില്ല, വേണ്ട. നല്ല ശ്രോതാവെങ്കിലും ആവണ്ടേ. അതുണ്ടോ? ഇല്ല. ഇനി കലാബോധത്തിനൊന്നും നേരല്ല. വയസ്സ് 60 കഴിഞ്ഞു. കല ആസ്വദിച്ചൂടെ? ഏത് വ്യക്തിയും ആ വ്യക്തിക്ക് ജീവിതം സദ്യയായിട്ട് അനുഭവപ്പെടണമെങ്കിൽ എല്ലാം കുറേശ്ശെ വേണം. മക്കളും പേരക്കുട്ടികളുമായിട്ട് മാത്രം കളിക്കുന്ന മഹത്തായ കാര്യം. അത് മാത്രമാണോ ജീവിതം? അപ്പൊ വീടിന്റെ മുറ്റത്ത് അവിടെ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ടെങ്കിൽ ടെറസിന്റെ മുകളിൽ കയറിയിട്ട് ഒന്ന് എത്തി നോക്കുന്നില്ലൊന്നും വേണ്ടേ. സദ്യയാവണമെങ്കിൽ എന്ത് വേണം? കഥ എഴുത്തുകാരനാണ്. ഏത് സമയത്തും കഥ എഴുതാം. ആരെങ്കിലും വന്നാൽ വർത്താനം പറയില്ല. ശൂന്യതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഇതാണോ ജീവിതം? കുപ്പി കിട്ടുന്ന ജോലിയാ. ഇഷ്ടംപോലെ കുപ്പി കിട്ടും. ആ കുപ്പി ഇങ്ങനെ രാവിലെ മുതൽക്ക് ഇത് കുടിച്ചു തീർക്കുക. ഇതാണോ ജീവിതം? ഇതിലേതെങ്കിലും ഒന്ന് വേണ്ടാന്ന് പറഞ്ഞില്ല. ഇതിലേതെങ്കിലും ഒന്ന് വേണ്ടാന്ന് പറഞ്ഞാൽ അത് മാത്രമാണോ ജീവിതം? തികയാതെ വരുമ്പോ കുറച്ച് ഉപ്പ് അവിടെ വേണം എന്നും വെച്ചിട്ട് അതിൽ ആ ഉപ്പ് ആവശ്യമില്ലാതെ ഓരോന്നിലിടുക. എല്ലാം കുറച്ച് വേണം. ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ലൈംഗികത മാത്രം. പ്രണയ ജീവിതമൊക്കെ പരാജയപ്പെടാനുള്ള കാരണം തന്നെ അതല്ലേ. കാമുകി ഉണ്ടായി, പിന്നെ കാമുകിയാണ് കല്യാണം കഴിഞ്ഞപ്പോ ശത്രുവായി. അതിന്റെ മുഴുവൻ കാരണം കാമുകിയുടെ നുണക്കുഴിയുമാണ്. നുണക്കുഴി കണ്ടു, പ്രണയിച്ചു. ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കാമുകി, അവളുടെ ആ നുണക്കുഴി മാത്രം കണ്ടു. കാമുകിക്ക് നുണക്കുഴി ഉണ്ടാവണമെന്ന് നല്ലതാണെന്നാ പറഞ്ഞത്. അത് വേണ്ടാന്നല്ല. എല്ലാത്തിൻ്റെയും കൂടി ചേർന്നൊരു സമന്വയം കൊണ്ടുവരുന്നതിന് പകരം ഇപ്പൊ സംഭവിക്കുന്നത്, ഇന്ന ആൾക്ക് നല്ല സുഖല്ലേ, ഒറ്റ ചോദ്യം, എന്ത് ശമ്പളം കിട്ടും? 1,50,000 ഉറുപ്പ്യ ഉണ്ട്. കേട്ടൊരു സുഖമല്ലോ, 1,50,000 ഉറുപ്പ്യ. ഇഷ്ടംപോലെ ലീവ് എടുക്കാമല്ലോ. ഉദ്യോഗം കിട്ടിയാലുള്ള വലിയൊരു ഗുണം ഇഷ്ടംപോലെ ലീവ് എടുക്കാം. ലീവ് എടുത്ത ദിവസം 5,000 ഉറുപ്പ്യ കിട്ടുമല്ലോ. കാരണം 1,50,000 അല്ലേ ശമ്പളം. ശനി ഞായറും ഒക്കെ 5,000 കിട്ടുമല്ലോ. പെൻഷൻ എത്ര കിട്ടും? 1,04,000 ഉറുപ്പ്യ ഉണ്ട്. ഒരു പണി എടുക്കാതെ 30 ദിവസം കഴിയുമ്പോൾ 1,04,000 കിട്ടും. ഇത് മാത്രമാണോ ജീവിതം? പേരക്കുട്ടികളോട് തമാശ പറയാറുണ്ടോ? അതിനെവിടെ നേരം? പേരക്കുട്ടിക്ക് നേരമില്ല. പേരക്കുട്ടിക്ക് നേരമില്ല. ഇപ്പൊ എന്ത് സംഭവിക്കുന്നു? ആയുസ് എന്നുള്ളത് ചോറിന്റെ പാത്രത്തിൽ കുറച്ച് ചോറേ ഉള്ളൂ. കുറേ പാത്രങ്ങളുണ്ട്, ചരക്കുകള്. ചോറിന്റെ പാത്രത്തിൽ വളരെ കുറച്ച് ചോറേ ഉള്ളൂ. അതാണ് ആയുസ്. ആ ചോറ് ഉണ്ടാ തികയില്ല. ഇപ്പുറത്ത് വലിയൊരു ചരക്ക് നിറയെ സാമ്പാർ. വരുമാനവും ബാക്കി കാര്യത്തിനാണ് സാമ്പാർ. അപ്പുറത്ത് വലിയൊരു ചരക്ക് പാത്രം ഇരിക്കുന്നുണ്ട്, അതില് സാമ്പാർ. സകലയിലും സാമ്പാർ. 25 പാത്രങ്ങൾ സാമ്പാർ. ആയുസ്സാകുന്ന ചോറ് വളരെ കുറച്ച്.
ആ വളരെ കുറച്ച് ചോറുണ്ണാൻ ഇത്തിരി സാമ്പാർ മാത്രം പോരല്ലോ, ഒരച്ചാറുണ്ടോ? ഇല്ല. പായസം ഉണ്ടോ? പായസം എന്ന് പറഞ്ഞാൽ ഫലിതബോധവും മധുരമാണ് പായസം. ഇല്ല. ഞാൻ പലവരെയും നോക്കി അസൂയപ്പെടുന്നത് അവർക്ക് ആയുസ്സാകുന്ന ചോറ് കുറവ്, ഇത്രയും സാമ്പാറൊന്നും വേണ്ട. പക്ഷെ അതിൽ അവിയലുണ്ടോ? ഇല്ല. തോരനുണ്ടോ? ഇല്ല. പപ്പടമുണ്ടോ? ഇല്ല. എല്ലാത്തിൻ്റെയും കൂടിയുള്ള ഒരു സമന്വയമാണ് ജീവിതം. അപ്പോഴാണ് അത് സദ്യ ആകുന്നത്. അതിൽ ഒരു ഘടകത്തെ മാത്രം നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഇനിയുള്ള കാലം വിശ്രമ ജീവിതം, വരുമാനമുണ്ട്, ബാങ്ക് ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് ധാരാളം കിട്ടാണ്ട്, ആയുസ് കുറവ്. ആ കുറച്ച് ആയുസ്സേ ഉള്ളെങ്കിലും അതിലേക്ക് ഒരു പപ്പടത്തിന്റെ പൊട്ടും കുറച്ച് അച്ചാറും ഒരു ലേശം സാമ്പാർ മതി. ജീവിതത്തിനെ വല്ലാതെ അങ്ങോട്ട് സുന്ദരമാക്കുന്നത് മുഴുവൻ ഇതൊന്നല്ല, എസ്റ്റേറ്റും ധനവും കാര്യങ്ങളൊന്നുമല്ല. ജീവിതത്തിനെ ഒരു സദ്യയാക്കി മാറ്റുക എന്നാണ് ഇന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം. ധന്യമീതത്തിന്റെ ശ്രോതാക്കൾക്കൊക്കെ നല്ല സദ്യ നേരുന്നു. നല്ല സദ്യയില് സന്തോഷം വേണം, മിനിമം ആഹാരം വേണം, ഉള്ള ആയുസ്സിൽ പുഞ്ചിരി വേണം, ഫലിതബോധവും വേണം. ചിന്തയ്ക്ക് വിട്ട് വാക്കുകളെ സംവരിക്കുന്നു.